ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 18, 19, 20 അധ്യായങ്ങളാവുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്ത കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാരുമായുള്ള സംഭാഷണത്തിൻ്റെ 2ാം ഘട്ടമാണ് ഇന്നത്തെ വായനഭാഗം. ഇയ്യോബിൻ്റെ സഹനങ്ങൾ തൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നത്. ദൈവമക്കൾക്ക് കഷ്ടതകൾ വരില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല. പിന്നെയോ കഷ്ടതകളുടെ നടുവിൽ ദൈവം കൂടെയുണ്ടാകും എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കഷ്ടതകൾ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നു. കഷ്ടത ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ പഠിപ്പിക്കുന്നു. കഷ്ടതയിൽ ദൈവിക സാന്നിധ്യം ഏറെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതിനാൽ കഷ്ടതകളിൽ അഥവാ സഹനങ്ങളിൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്നതല്ല, ആ നിമിഷങ്ങളിൽ തമ്പുരാൻ നമ്മെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലൂടെ കൂടുതലായി നമുക്കത് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, പ്രത്യാശ നഷ്ടപ്പെടാത്ത വിശ്വാസമായിരുന്നു ഇയ്യോബിൻ്റേത്. ലോകത്തിലുള്ളവർ അകന്നുപോയാലും ലോകം തന്നെ മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്തവനായി കൂടെ ഇരിക്കാമെന്ന വാക്ക് തന്നവനാണ് ദൈവം. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന ഉറപ്പ് ക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പ് അല്ലെങ്കിൽ ഈ വലിയ പ്രത്യാശ ഇയ്യോബിന് ഉണ്ടായിരുന്നു. അതിനാൽ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു പോയപ്പോഴും തൻ്റെ ജീവിതത്തിലെല്ലാം തനിക്ക് നഷ്ടമായപ്പോഴും ഇയ്യോബ് ദൈവത്തിൽ പ്രത്യാശ വെച്ചു. ഇയ്യോബിൻ്റെ പ്രത്യാശ ഇതായിരുന്നു. 19-ാം അധ്യായം 25-ാം വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസയാത്രയിൽ എത്ര പേർക്ക് ഈ ഒരു പ്രത്യാശയുണ്ട്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ഇയ്യോബിൻ്റെ വിശ്വാസം, പ്രത്യാശ നഷ്ടപ്പെടാത്തതായിരുന്നു. രണ്ടാമതായിട്ട്, തൻ്റെ സമയക്രമത്തിനുള്ളിൽ ദൈവത്തെ തളച്ചു നിർത്തുന്നില്ല. ദൈവം തനിക്ക് അനുചിതമായ സമയത്താണ് സകലവും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പറയുന്ന സമയത്ത് നടപ്പിലാക്കുന്ന ഒരു ദൈവം. ഇങ്ങനെ ഒരു ദൈവത്തെയാണ് നാമും പ്രതീക്ഷിക്കുന്നത്. ആഴമായ വിശ്വാസമുണ്ടായിരുന്ന, പ്രത്യാശ ചോർന്നു പോകാതിരുന്ന ഇയ്യോബ് തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വഴങ്ങുന്ന ഒരു ദൈവത്തെ അല്ല ആശ്രയിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ തൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഏറി വന്നപ്പോൾ ഇയ്യോബ് ഇടയ്ക്ക് പറഞ്ഞേനെ, ഇനി മതി, ഞാനൊന്ന് നന്നായിട്ട് അല്പകാലം കൂടെ ജീവിച്ചിട്ട് സമാധാനമായി മരിക്കട്ടെ എന്ന്. എന്നാൽ ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്. 19-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങൾ. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്ത കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു എന്ന്. അന്യനല്ല, എൻ്റെ സ്വന്ത കണ്ണ് അവനെ കാണും. പ്രിയ ദൈവജനമേ, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെയും ജീവിതത്തിൻ്റെ പര്യവസാനം. എൻ്റെ ത്വക്ക് നശിച്ചതിനു ശേഷമാണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ കാണും. അതിനാൽ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഭവങ്ങളെല്ലാം ഇയ്യോബിനെ പോലെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക. നാം ഓർക്കേണ്ടത് ഇതാണ്: എൻ്റെ സഹനങ്ങളിൽ എന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവിൻ്റെ കരവലയത്തിനുള്ളിലാണ് ഞാൻ സുരക്ഷിതനായിട്ട് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളിലും നിന്നിലുള്ള പ്രത്യാശ ചോർന്നു പോകാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ഒരുപക്ഷെ അവിടുന്ന് മൗനമായിരുന്നാലും ഞങ്ങൾ അവിടുത്തെ കരവലയത്തിനുള്ളിൽ സുരക്ഷിതരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.